മലയാളിയുടെ പ്രിയപ്പെട്ട സാഹിത്യകാരന്മാർ എഴുത്തിലൂടെ പ്രശസ്തമാക്കിയ രുചികളും വിഭവങ്ങളും അനുഭവിച്ചറിയാനുള്ള വേദി കൂടിയായിരുന്നു കൊച്ചിയിലെ ഇത്തവണത്തെ കൃതി സാഹിത്യോത്സവം. മേളയിലെത്തുന്ന സാഹിത്യകാരന്മാരെ കൊതിപ്പിച്ച കൊതിയൻ ഫുഡി ഗ്രൂപ്പിന്റെ ഭക്ഷ്യമേള ഏറെ ശ്രദ്ധേയമായി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികളിലൂടെ പ്രശസ്തമാക്കിയ സുലൈമാനിയും പരിപ്പുവടയും ബജ്ജിയും പഴംപൊരിയുമെല്ലാമാണ് സുൽത്താന്റെ ചായക്കടയിൽ വിളമ്പുന്നത്. VKNന് പ്രിയങ്കരമായിരുന്ന ശുഭ്രമൃദുലമായ ഇഡ്ഡലിയും കുത്താമ്പുള്ളി ദോശയും കുഞ്ഞിലയുടെ വെള്ളയപ്പവുമാണ് VKN ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാളിലുള്ളത്. തകഴിയുടെ കടാപ്പുറത്ത് ചെമ്മീനും പലതരം മീനുകളുമാണ് വിഭവങ്ങളായി എത്തുന്നത്. തനി മലബാർ വിഭവങ്ങളാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലുള്ളത്. 40ഓളം വരുന്ന എഴുത്തുകാരുടെ കൃതികളിൽ പരാമർശിച്ച വിഭവങ്ങളെ പരമാവധി വിളമ്പാൻ ഇവർ പരിശ്രമിച്ചിട്ടുണ്ട്. പലരും കുതിരയുടെ ബിരിയാണി അന്വേഷിച്ച് വരുന്നവരുണ്ട്. പക്ഷെ ആക്ച്വലി അത് പുട്ട്, കടല, പപ്പടം എന്ന് SK പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥയിൽ പറഞ്ഞിട്ടുള്ള ഒരു ഡിഷിൻ്റെ പേരാണ് കുതിര ബിരിയാണി. നൊബേൽ സമ്മാന ജേതാവ് ഒർഹാൻ പമൂക്കിന്റെ കൃതികളിലെ ബോസ്ഫറസിന്റെ തീരങ്ങളിൽ സുഗന്ധം പരത്തിയിരുന്ന വിവിധതരം കബാബുകളും ഗ്രിൽഡ് മാംസവിഭവങ്ങളുമാണ് കൃതിഭക്ഷ്യമേളയിലെ തുർക്കി പോരാളിയുടെ ആയുധങ്ങൾ. ന്യൂജൻ ചായകളുടെ പുത്തൻ ചായകൾ, വിവിധതരം കാപ്പികൾ, പഞ്ഞിമിഠായി, തേൻനിലാവ് തുടങ്ങിയ പഴയ മധുരങ്ങളും ഭക്ഷ്യമേളയിലുണ്ട്. കൃതി സാഹിത്യോത്സവം ഇന്ന് കൊടിയിറങ്ങുന്നതോടെ കൊതിയന്മാരുടെ അടുക്കളയിലെ വിഭവങ്ങളും ഇന്ന് തീരും. സിജോ സുധാകരനൊപ്പം മുസ്നാസു, മീഡിയ 1, കൊച്ചി.